ഇത് എന്തുവാ കാണിച്ചിട്ടേക്കുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നോ, അതോ അതുകൊണ്ട് ഇവിടെ അഭിഷേകം ചെയ്യുമായിരുന്നോ? ആകാശ് രണ്ടുപേരോടും കൂടിയായി മാറി മാറി ചോദിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ. ഇതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഇടാൻ നോക്കും, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈച്ചയുടെ ബഹളമായിരിക്കും. അത് മനസ്സിലാക്കിയ രണ്ടുപേരും കൂടി അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. വൃത്തിയാക്കിയതിനു ശേഷം ഇരുവരും തമ്മിലൊന്ന് കലിപ്പോടുകൂടി നോക്കിയിട്ട് രണ്ടു വഴിക്കായി പോയി. കല്യാണി റൂമിലേക്ക് ചെന്നതും ഫോൺ എടുത്ത് സ്നേഹയെ വിളിച്ചു. നീ എന്താടി ഹോസ്പിറ്റലിലേക്കൊന്നും വരാത്തെ? ഭർതൃഗൃഹത്തിൽ സുഖവാസമാണോ? മറുതലയ്ക്കിൽ നിന്നും സ്നേഹ തിരക്കി. പിന്നെ നല്ല സുഖവാസമല്ലേ? കല്യാണി പറഞ്ഞു. അതെന്താടി അർത്ഥം വെച്ച് പറഞ്ഞത്? ഇവിടെ ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മുറപ്പെണ്ണാണെന്നാ പറയുന്നത്. അവളുടെ കലിപ്പോടുകൂടിയ സംസാരം കേട്ടിട്ട് അഞ്ജുമോളുടെ പ്രായമായ ആരുമല്ലെന്ന് ഉറപ്പാണ്. ഇത് വിവാഹപ്രായമായ പ്രായപൂർത്തിയായ ആരെങ്കിലും ആയിരിക്കും. സ്നേഹ ആത്മകഥം നടത്തി. ഹലോ, കേൾക്കുന്നില്ലേ ഡി? ആ കേൾക്കുന്നുണ്ട്. മുറപ്പെണ്ണ് പ്രശ്നക്കാരിയാണോ? അവൾ ഏതു നേരം എൻ്റെ ഭർത്താവിൻ്റെ പുറകെ തന്നെയാണ്. അവളെ എങ്ങനെ ഇവിടെ ഓടിക്കാൻ പറ്റുപടി? നീ ഒരു ഐഡിയ പറഞ്ഞതാ. ഒരു നിമിഷം സ്നേഹ ആലോചനയിൽ മുഴുകി. എന്നിട്ടൊരു ഉഗ്രൻ ഐഡിയ അവൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരുപാട് നേരം ഓരോന്നും രണ്ടുപേരും സംസാരിച്ചിരുന്ന് സമയം കളഞ്ഞു. സ്നേഹ ഫോൺ കട്ട് ചെയ്തതും പ്ലാൻ എങ്ങനെ നടപ്പിലാക്കുമെന്ന ആലോചനയിലായിരുന്നു കല്യാണി. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ താഴേക്കിറങ്ങി. അവളുടെ കണ്ണുകൾ ആരെയോ അവിടെയെല്ലാം തിരയുന്നുണ്ടായിരുന്നു. ചേച്ചിയമ്മേ, ആരെ നോക്കുവാ? അഞ്ജുവാണ് തിരക്കിയത്. മോളുടെ കീർത്തി ചേച്ചി എവിടെ? കീർത്തി ചേച്ചി അടുക്കളയിലുണ്ട്. കീർത്തി അടുക്കളയിലുണ്ടെന്ന് കേട്ടതും അവൾ നേരെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ഇവൾ അടുക്കളയിൽ എന്തെടുക്കുകയായിരിക്കും? പാചകം ചെയ്ത് എൻ്റെ കെട്ടിയവനെ ഇംപ്രസ് ചെയ്യാനായിരിക്കുമോ? അങ്ങനെ ഓരോന്നും ആലോചിച്ച് അവൾ അടുക്കളയിലെത്തി. അവളുടെ നിഗമനങ്ങൾ ഒന്നും തന്നെ തെറ്റിയിരുന്നില്ല. കീർത്തി ആകാശിന് ഇഷ്ടപ്പെട്ട കറികൾ തയ്യാറാക്കുകയായിരുന്നു. രാമേട്ടനോട് അവൾ പറയുന്നത് രഹസ്യമായി കേട്ടതാണ്. അടുക്കളയിലേക്ക് വെച്ച കാൽച്ചുവടുകൾ പിന്നിലേക്ക് വെച്ച് അവൾ നേരെ ഹാളിലേക്ക് പോയി. അവിടെ ടി വിയിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ജു. അവൾക്കൊപ്പം ചെന്നിരുന്നു കൊണ്ട് കല്യാണിയും കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ശ്രദ്ധ ടി വിയിലായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാഴ്ചയും കണ്ടുകൊണ്ട് ആകാശ് അവിടേക്ക് വന്നത്. നിന്റെ പ്രായത്തിന് കാണാൻ പറ്റിയതാണല്ലോ ഇരുന്ന് കാണുന്നത്. ട്രെയിനിങ്ങിന് പോലും പോകാതെ ലീവ് എടുത്ത് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കാനാണോ നീ MBBS എടുത്തത്? ആകാശിന്റെ ചോദ്യം കേട്ടുകൊണ്ടാണ് കല്യാണി ചിന്തയിൽ നിന്നും ഉണർന്നത്. ഞാൻ എൻ്റെ കാശ് മുടക്കിയല്ലേ MBBS എടുത്തത്, സാറിൻ്റെ കാശ് മുടക്കിയാലല്ലോ. നാളത്തെ തലമുറയ്ക്ക് കിട്ടാൻ പോകുന്ന ഡോക്ടറെ ഓർത്ത് പറഞ്ഞു പോയതാണേ. ബുദ്ധി വളർച്ച ഒട്ടുമില്ലാത്ത ഇങ്ങനെയുള്ളവരെയൊക്കെ ഡോക്ടറായുള്ള സ്ഥിതി ഓർത്ത് പോയതാ. എനിക്ക് ബുദ്ധി വളർച്ചയില്ലെന്ന് സാറാണോ തീരുമാനിക്കുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ച് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഞാൻ നേടിയെടുത്തതാണ് MBBS. അതിനെ പരിഹസിക്കാൻ ഇങ്ങോട്ടാരും വരണമെന്നില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അവളുടെ മിഴികളിൽ നനവ് പടർന്നത് കണ്ടതും അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു നോവ് തോന്നി. പിന്നെ അവൻ അവളോട് തർക്കിക്കാൻ നിന്നില്ല. അങ്ങനെ സമയം കടന്നുപോയി. ഡൈനിങ് ടേബിളിൽ ഉച്ചയ്ക്കുള്ള കറികളും ചോറും നിരന്നു തുടങ്ങി. ആകാശിൻ്റെ പ്ലേറ്റിലേക്ക് കീർത്തി കറികൾ ഓരോന്നായി വിളമ്പി തുടങ്ങി. ഇന്ന് കറിയല്ലേ എൻ്റെ സ്പെഷ്യലാണ്, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. കറികൾ വിളമ്പുന്നതിനിടയ്ക്ക് കീർത്തി ആകാശിനോടായി പറഞ്ഞു. ആകാശ് സാമ്പാറും കൂട്ടി കഴിക്കാൻ തുടങ്ങി. ഇത് എന്തുവാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വായിൽ വെക്കാൻ പറ്റുന്നതില്ലല്ലോ. എന്ത് ഉപ്പാണ്? നീ സാമ്പാറാണോ ഉണ്ടാക്കിയത്, അത് ഉപ്പ് കഷായമാണോ? അവൻ ദേഷ്യത്തോടെ തിരക്കി. ശരിയാണല്ലോ, വായിൽ വെക്കാൻ പറ്റുന്നില്ലല്ലോ. ആകാശ് പറഞ്ഞു നിർത്തിയതും കല്യാണി അത് ഏറ്റുപിടിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് അവളൊന്ന് കഴിച്ചു നോക്കി. ആ സമയം കല്യാണിക്ക് ഓർത്തോർത്ത് ചിരിയാണ് വന്നത്. അവൾ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപ് നടന്നത് അവൾ ഓർത്തു. അഞ്ജു, ചേച്ചിയമ്മ ഇപ്പം വരാമേ. അതും പറഞ്ഞ് കല്യാണി അടുക്കളയിലേക്ക് പോയി. അവിടെ ആ സമയം കീർത്തി ഉണ്ടായിരുന്നില്ല. പാചകം എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആക്കാൻ റൂമിലേക്ക് പോയിരിക്കുകയായിരുന്നു. രാമേട്ടൻ പുറത്തെന്തോ ആയിരുന്നു. ആ തക്കം നോക്കി കറികളിൽ അവൾ ഉപ്പ് വാരി വിതറി. അങ്ങനെ ഇപ്പം നീ ഉണ്ടാക്കിയ കറികൾ എൻ്റെ കെട്ടിയന് കൊടുക്കണ്ട, അവൾ മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അഞ്ജുവിനോടൊപ്പം വന്നിരുന്ന് കാർട്ടൂൺ കണ്ടു. ചിരി പിടിച്ചു നിർത്താൻ പറ്റാതെ കല്യാണി പുറത്തേക്ക് പോയി മതി വരുവോളം ചിരിച്ചു. ഉച്ചയ്ക്കിനി രണ്ടാമത് കറിയെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ സമയം ഒരുപാടാകുമെന്നുള്ളത് കൊണ്ട് ആകാശ് ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്തു.
പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത കറികളെല്ലാം ഡെലിവറി ബോയ് എത്തിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് സ്നേഹയുടെ ഒരു മെസ്സേജ് കല്യാണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് നിന്നെ പെട്ടെന്ന് നേരിട്ടൊന്ന് കാണണം, അത്യാവശ്യമാണ്. കല്യാണി സ്ക്രീനിൽ നോക്കി വായിച്ചു. അവൾ എന്തിനായിരിക്കും അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. കല്യാണി അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ ചിന്തയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതും ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി. സ്നേഹ. അവൾ സ്ക്രീനിൽ നോക്കി വായിച്ചു. പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ കല്ലു, നീ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിനടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വാ. കല്യാണി ഫോൺ അറ്റൻഡ് ചെയ്തതും അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ സ്നേഹ പറഞ്ഞു തുടങ്ങി. മറുപടിക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഫോൺ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഒന്നും ആലോചിച്ചു നിന്ന് സമയം കളയാതെ കല്യാണി ഒരുങ്ങിയിറങ്ങി. മോളെ, ചേച്ചിയമ്മ അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. ചേട്ടൻ തിരക്കുവാണെങ്കിൽ പറഞ്ഞേക്കണേ. താഴെ ടി വിയിൽ കാർട്ടൂണും കണ്ടുകൊണ്ടിരുന്ന അഞ്ജുവിനോട് പറഞ്ഞിട്ട് അവൾ കോഫി ഷോപ്പിലേക്ക് പോയി. പോകുന്ന വഴി അവളുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ വന്നു കൂടിക്കൊണ്ടിരുന്നു. മനസ്സിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവൾ കോഫി ഷോപ്പിൽ എത്തിച്ചേർന്നു. അവിടെ അവളെയും കാത്ത് ക്ഷമയോടുകൂടി ഒരു ടേബിളിനരികിലായി സ്നേഹ ഇരിപ്പുണ്ടായിരുന്നു. ഡി, എന്താ കാര്യം? അവൾക്കരികിലായി എത്തിയതും കല്യാണി തിരക്കി. ഞാൻ ഇന്ന് അവളെ കണ്ടു, നമ്മുടെ പാറുവിനെ. സ്നേഹയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. ചുറ്റും അന്ധകാരം വന്ന് നിറയുന്നത് പോലെ അവൾക്ക് ആ നിമിഷം തോന്നി. ഒന്ന് പൊട്ടിക്കരയാനായി അവളുടെ ഉള്ളം കുതിച്ചു. ഏറെ നേരം പിടിച്ചു നിർത്താൻ അവൾക്കായില്ല. അവളുടെ മിഴിനീർത്തുള്ളികൾ അനുസരണയില്ലാതെ പെയ്തുകൊണ്ടേയിരുന്നു. അവൾക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. തനിക്ക് തൊട്ടരികിൽ നിന്ന് നെഞ്ചോട് ചേർന്ന് നിന്ന് കരയുന്ന സ്നേഹയുടെ മുഖം കാണുന്നതും അവളുടെ മനസ്സിലെ അസ്വസ്ഥത കൂടിത്തുടങ്ങി. മുന്നിൽ പ്രകാശിച്ചുകൊണ്ടിരുന്ന പൂർണ്ണചന്ദ്രൻ കാർമേഘങ്ങൾക്കിടയിലേക്ക് മറയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. പാറുവിനെ എവിടെ വെച്ചായിരിക്കും ഇവൾ കണ്ടിട്ടുണ്ടായിരിക്കുക? എന്തോ ഒരു അപായ സൂചനയുണ്ട്. ഇല്ലെങ്കിൽ സ്നേഹ ഇങ്ങനെ കരയില്ല. അവൾ ആത്മകഥം നടത്തി. എന്നിട്ട് അവളെ അരികിലെ ടേബിളിലേക്ക് പയ്യെ പിടിച്ചിരുത്തി. അപ്പോഴും അവൾ മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. നീ അവളെ എവിടെ വെച്ചാ കണ്ടത്? അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ തിരക്കി. ഞാൻ അവളെ ഇവിടെ വെച്ചാണ് കണ്ടത്. കരഞ്ഞു തളർന്ന് വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. ഇവിടെ വെച്ചോ? വീണ്ടും ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. അതെ, നമ്മുടെ ഹോസ്പിറ്റലിലുണ്ടവൾ. ആ മറുപടി കല്യാണിയുടെ മനസ്സിൽ പല ചോദ്യങ്ങൾ ഉയർത്തി. അവളവിടെ വർക്ക് ചെയ്യുവാണോ? അല്ല, ഇങ്ങനെയാകാൻ ചാൻസ് ഇല്ല. അവൾക്കിനി എന്തെങ്കിലും. പാറുവിന് എന്താ പറ്റിയത്? ദേഷ്യവും സങ്കടവും കൂടി കലർന്നു വന്ന ഒരവസ്ഥയിൽ ആയിരുന്നു നമ്മുടെ കല്ലു. പാറുവിന് എന്താ പറ്റിയതെന്ന് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. അവൾ അവിടെ ICUവിലുണ്ട്. സ്നേഹ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവളുടെ കാലടികൾ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു പാഞ്ഞു. ICUവിൻ്റെ അരികിലേക്ക് പോകുന്തോറും കാലുകളുടെ വേഗത കുറയാൻ തുടങ്ങി. തല ചുറ്റാൻ തുടങ്ങി. കാഴ്ചയ്ക്ക് മങ്ങലേറ്റു തുടങ്ങി. അന്തരീക്ഷം മുഴുവൻ ഇരുട്ടുപടർന്ന് പന്തലിക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ കാലടികൾ നിശ്ചലമായി തുടങ്ങി. ICUവിനരികിലെത്തിയതും അവൾ തല കറങ്ങി താഴെ വീണു. അടുത്തു നിന്ന ആളുകൾ എല്ലാവരും കൂടി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുഖത്ത് നല്ല ക്ഷീണം നിഴലിച്ചു കണ്ടതും അവളെ ഒബ്സർവേഷനിൽ ട്രിപ്പിട്ട് കിടത്തി. ICUവിൻ്റെ വാതിൽക്കൽ വരെ എത്തിയിട്ടും പാറുവിനെ ഒരു നോക്ക് കാണുവാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? അവൾ മനസ്സിൽ പറഞ്ഞു. ഓരോന്നും ആലോചിച്ച് അവളുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥത ഉളവാക്കി. ഇതേ സമയം കല്ലുവിനെ ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുന്ന കാര്യം ഒരു സിസ്റ്റർ വഴി സ്നേഹ അറിഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ കല്ലുവിനരികിലെത്തി. ഞാൻ അവളെ കണ്ടില്ല, എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ ഞാൻ കുഴഞ്ഞു വീണു. സ്നേഹയെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ കാണണ്ട, അവളെ ഈ അവസ്ഥയിൽ നീ കാണണ്ട. ആരോടൊന്നില്ലാതെ സമനില തെറ്റിയവളെ പോലെ സ്നേഹ പുലമ്പിക്കൊണ്ടിരുന്നു. ഇതേ സമയം ആകാശിന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കീർത്തി. ആകാശ് ആരോ വിളിച്ചിട്ട് അത്യാവശ്യമായി പുറത്തു പോയിരിക്കുകയാണ്. പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ആകാശിനെ കാണാതെ ഇരുന്നപ്പോൾ കീർത്തിയുടെ മനസ്സിൽ നിരാശ നിഴലിക്കാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യമായിട്ട് എവിടെ പോയതായിരിക്കും? ഇനി എപ്പോഴാണ് വരുന്നത്? അവൾ ആത്മകഥം നടത്തി. അവൾ പലഹാരങ്ങൾ ഒരു പ്ലേറ്റിലാക്കി അഞ്ജുവിന് കൊടുത്തു. അവൾ അപ്പോഴും TV യിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
അവൾക്കൊപ്പമിരുന്ന് കീർത്തിയും പലഹാരങ്ങൾ കഴിച്ചു തുടങ്ങി. നേരെ ഏറെ വൈകിട്ടും ആകാശ് തിരികെ വീട്ടിലെത്തിയില്ല. ഇത്രയും നേരമായിട്ടും ചേച്ചിയമ്മയെ കാണാത്തതിൻ്റെ സങ്കടത്തിലും പരിഭവത്തിലുമാണ് അഞ്ജുമോൾ. കീർത്തി കല്ലുവിൻ്റെ ഫോൺ നമ്പർ അഞ്ജുവിനോട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് രണ്ടുപേരെയും മാറി മാറി അവൾ വിളിച്ചു നോക്കി. ഇരുവരും ഫോൺ അറ്റൻഡ് ചെയ്തതേയില്ല.